Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊട്ടുകടല ചേർത്ത തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അരമുറി തേങ്ങയ്ക്ക് 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല. പൊട്ടുകടല എന്ന് പറയുന്നത് നമ്മൾ കറി വെക്കുന്ന കടലയല്ല, ഇത് വെറുതെ ചുമ്മാ നമ്മളിത് തിന്നാനൊക്കെ എടുക്കുന്ന കടലയാണിത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും പൊട്ടുകടല. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ചെറിയ ഉള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഈ ഒരു വലുപ്പമുണ്ട്. പിന്നെ 2 പച്ചമുളക്. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നമുക്കിത് അരച്ച് നോക്കാം. ഇത് എരിവ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാൻ നേരത്ത് ഒരു പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുവാണ്. അപ്പം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടാം, അല്ലെങ്കിൽ അരയാൻ കുറച്ച് താമസം വരും. അതുപോലെ ഉള്ളി ഒന്ന് 2ആയിട്ട് കീറിയിടാം. ഓക്കെ, ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പച്ചമുളക് ഇപ്പം അരയ്ക്കേണ്ട, പച്ചമുളക് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കിപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് ഇടാം. ഇപ്പോൾ ഉള്ളി, ഇഞ്ചി, പിന്നെ തേങ്ങ, ഉപ്പ്, പിന്നെ പൊട്ടുകടലയും കൂടെ ചേർത്തേക്കാം. നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മുമ്പോൾ ആ ചുമന്ന പാർട്ട് ഉണ്ടല്ലോ തേങ്ങയുടെ അടിവശത്തുള്ളത്, അത് അധികം വീഴാണ്ട് നോക്കണം കേട്ടോ. അത് വീണ് കഴിഞ്ഞാൽ ചമ്മന്തിക്ക് ഒരു കളർ ഉണ്ടാവത്തില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. അതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിന്. ഓക്കെ, ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം മാത്രം നമുക്ക് പച്ചമുളക് ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. പച്ചമുളക് ആദ്യമേ അരച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു വേറൊരു ടേസ്റ്റാണ്. പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞു പോയാൽ അതിന് ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി പച്ചമുളക്. അപ്പോൾ പച്ചമുളക് എപ്പോഴും ലാസ്റ്റ് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് അരച്ചിട്ട് വരട്ടെ. തേങ്ങ നല്ല ഫൈനായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരഞ്ഞേക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലപോലെ അരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചമുളക് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഇനി അത് അടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അരിഞ്ഞു പോകണ്ട, പച്ചമുളക് ഒരുപാട് പേസ്റ്റ് പോലെ അരയണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടി വെച്ചാൽ മതി. അപ്പോൾ പച്ചമുളക് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, പച്ചമുളകിൻ്റെ പീസസ് കിടക്കുന്നുണ്ടോ? പച്ചമുളക് ഇതുപോലെയൊക്കെ അരയാനേ പാടുള്ളൂ കേട്ടോ. കുറച്ച് കഷ്ണങ്ങളൊക്കെ കിടക്കണം. നല്ലപോലെ അരയുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി അല്ലെങ്കിൽ ചട്നി വറുത്തിടാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഈ എണ്ണ ചൂടായ ശേഷം നമുക്കിൻ്റെ അകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകിടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ചൂടാകുന്നതിന് മുന്നേ കടുകിടരുത്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് കടുക് ഇങ്ങനെ പൊട്ടത്തുമില്ല, പിന്നെ അതുമല്ല അത് കരിയാനും ചാൻസ് കൂടുതല. അപ്പോൾ നല്ലതായിട്ട് എണ്ണ ചൂടിയ ശേഷം മാത്രം കടുകിട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ചൂട് വരുന്നുണ്ടെങ്കിൽ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ്. ആ കടുകിടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് പൊട്ടി വരണം. ഇതാ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് അത് ചേർക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയേക്കാം. ഇതിലേക്കൊരു വറ്റൽ മുളക് അത് പൊട്ടിച്ചിടാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കറിവേപ്പില കേട്ടോ, അതിടുക.
ഞാൻ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യണേന്. വെച്ചാൽ ചമ്മന്തി അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോകണ്ട. ചൂടായി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. ഇത് ഭയങ്കരമായിട്ട് ചൂടായി കിടക്കുന്ന പാത്രമാണ്. അപ്പോൾ അതിലേക്ക് ഇതിപ്പോൾ ഞാൻ ചട്നി ഒഴിക്കുക. ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കണേന്. അപ്പോൾ ഞാൻ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചൂടാക്കാറില്ല. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അതൊന്ന് ചൂടാകുന്നതേ ഉണ്ടാവുള്ളൂ. ആ രീതിയിലാണ് ഞാൻ ചട്നി ഉണ്ടാക്കില്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് തേങ്ങ അങ്ങോട്ട് പിരിഞ്ഞു പോകും ഭയങ്കരമായിട്ട്. അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചൂടുണ്ടല്ലോ, അത് മതി അതിന്. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി ഇതുപോലെ ഇങ്ങനെ നല്ല കുറുകിയ ചട്നിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കുറുകണ്ട, കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ചെയ്താൽ മതി കേട്ടോ. ഇനി അഥവാ ഇത്രയും കൺസിസ്റ്റൻസി വേണ്ട, നമ്മൾ ഉണ്ട ചട്നിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ കഴുകി ഒഴിച്ച ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ചെയ്യാണ്ടിരുന്നാൽ മതി. കഴുകി ഒഴിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ പൊട്ടുകടല ചേർത്ത തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശ, ഇഡ്ഡലി, മസാല ദോശ, ഊത്തപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.